ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ഓഡിയോ ബുക്സും കൂട്ടുകാരെ കാത്തിരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഐതിഹ്യമാലയിൽ നിന്ന് വീരപരാക്രമിയായ വിക്രമാദിത്യ രാജാവിൻ്റെ വിക്രമാദിത്യ കഥകൾ, 2ാം ഭാഗം. വിക്രമാദിത്യ രാജാവ് സമ്മതം മൂളിയതോടെ വേതാളം കഥ പറയാൻ ആരംഭിച്ചു. പണ്ട് ദേവപുരം ഭരിച്ചിരുന്നത് വജ്രമുകുടൻ എന്ന രാജാവായിരുന്നു. രാജാവിനും മന്ത്രിക്കും തുല്യപ്രായത്തിലുള്ള ഓരോ പുത്രന്മാരുണ്ടായിരുന്നു. 2 കുമാരന്മാരും ബാല്യം മുതൽ ഒരിക്കലും പിരിയാതെ വളർന്നു വന്നു. അവർ യുവാക്കളായി തീർന്നപ്പോൾ ഒരു ദിവസം വനപ്രദേശത്തേക്ക് വേട്ടയ്ക്ക് പോയി. വനമധ്യത്തിലുണ്ടായിരുന്ന സരസിൽ ഒരു സുന്ദരി കുളിക്കുന്നുണ്ടായിരുന്നു. അവളുടെ രൂപസൗകുമാര്യത്തിൽ ആകൃഷ്ടനായ രാജകുമാരൻ പൊടുന്നനെ വികാരങ്ങൾക്ക് അടിമയായി തീർന്നു. യുവതിയും സുന്ദരനായ രാജകുമാരനിൽ അനുരക്തിയായി. കുളി കഴിഞ്ഞ് അവൾ മടങ്ങിപ്പോകുമ്പോൾ സരസിൽ നിന്ന് ഒരു താമരപ്പൂ പറിച്ച് കണ്ണോടടുപ്പിക്കുകയും കടിച്ച് കാലിലിടുകയും ചെയ്തു. മറ്റൊരു പൂവെടുത്ത് തലയിൽ ചൂടി, വേറൊന്ന് മാറോടടുപ്പിച്ച ശേഷം താഴേക്കിട്ടു. രാജകുമാരന് ഇതിൻ്റെ രഹസ്യമൊന്നും മനസ്സിലായില്ല. അവൻ എല്ലാ വിവരങ്ങളും വിശദമായി മന്ത്രികുമാരനോട് പറഞ്ഞു. കുറച്ചു നേരം ആലോചിച്ച ശേഷം മന്ത്രിയുടെ മകൻ അവളുടെ ക്രിയയെ വ്യാഖ്യാനിച്ചു കൊടുത്തത് ഇപ്രകാരമാണ്: താമരപ്പൂ പറിച്ച് കണ്ണോട് ചേർക്കയാൽ അവളുടെ രാജ്യം കണ്ണാപുരമാണെന്നും, കടിക്കുകയാൽ അവളുടെ പേര് പത്മാവതിയാണെന്നും, കാലിലിടുകയാൽ പിതാവിൻ്റെ നാമം കലിംഗ രാജാവാണെന്നും, മറ്റൊരു പൂ പറിച്ച് തലയിൽ ചൂടുകയാൽ രഹസ്യമധുരമാണ് അഭിലാഷമെന്നും, മാറോടണച്ചതിനാൽ അവൾക്ക് പരസ്പരം ബന്ധപ്പെടാൻ ആശയുണ്ടെന്നുമാണ് ഇതിൻ്റെ ഗൂഢാർത്ഥങ്ങൾ. ഉടൻ തന്നെ അവർ പുറപ്പെടുകയും കണ്ണാപുരത്തെത്തുകയും ചെയ്തു. അവർ രാജകൊട്ടാരത്തിലെ പൂക്കച്ചവടക്കാരിയായ ഒരു വൃദ്ധയുടെ വീട്ടിലാണ് താമസിച്ചത്. വൃദ്ധ മുഖേന അവർ സകല വിവരങ്ങളും രാജകുമാരിയെ അറിയിച്ചു. ഇത് കേട്ട രാജകുമാരി തൻ്റെ 2 വിരലുകൾ ചന്ദനനീരിൽ മുക്കി വൃദ്ധയുടെ നെഞ്ചിലടിച്ച് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. രാജകുമാരി കോപിച്ചിട്ടാണ് ഇങ്ങനെ പ്രവർത്തിച്ചതെന്ന് വിചാരിച്ച് വൃദ്ധ ദുഃഖിതയായി രാജകുമാരനോട് ഈ സംഭവം പറഞ്ഞു. എന്നാൽ മന്ത്രികുമാരൻ അതിൻ്റെ ആന്തരാർത്ഥം വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഇന്ന് മുതൽ 10ാം ദിവസം എന്നാണ് രാജകുമാരി നിർദ്ദേശിച്ചിരിക്കുന്നത്. 10ാം ദിവസം വീണ്ടും വൃദ്ധ സ്ത്രീ രാജകുമാരൻ്റെ ദൗത്യവുമേന്തി കൊട്ടാരത്തിലേക്ക് യാത്രയായി. ഇക്കുറി കോപത്തോടെ കുമാരി 3 വിരലിൽ കുങ്കുമം പുരട്ടി വൃദ്ധയുടെ മാറിലടിച്ച് അവരെ ഒരു ഗൂഢമാർഗത്തിലൂടെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. വൃദ്ധയ്ക്ക് രാജകുമാരനോട് ഒട്ടേറെ പരിഭവം തോന്നി. പക്ഷേ സംഗതി അറിഞ്ഞ മന്ത്രികുമാരൻ പറഞ്ഞു, ഇപ്പോൾ രാജകുമാരിക്ക് അസുഖമാണ്. 3ാം ദിവസം അവിടേക്ക് ചെല്ലാനാണ് പറയുന്നത്. വൃദ്ധയെ ഇങ്ങോട്ട് പറഞ്ഞയച്ച അതേ ഗൂഢമാർഗത്തിലൂടെ തന്നെ അകത്തേക്ക് കടക്കണം. നിശ്ചിത ദിവസം മോടിക്കൂടിയ വസ്ത്രാലങ്കാരങ്ങൾ അണിഞ്ഞ് രാജകുമാരൻ രാജകുമാരിയുടെ മുറിയിലെത്തി. അവർ സല്ലാപത്തിലേർപ്പെട്ടു. നേരം പുലർന്നപ്പോൾ അവൾ അദ്ദേഹത്തെ ഒളിപ്പിച്ചിരുത്തി. അങ്ങനെ രാജകുമാരൻ 15 ദിവസങ്ങൾ തള്ളി നീക്കി. അപ്പോഴാണ് അവന് മന്ത്രികുമാരൻ്റെ ഓർമ്മയുണ്ടായത്. വിവരങ്ങൾ അറിയാതെ അദ്ദേഹത്തിന് ഉത്കണ്ഠയായി. കാര്യമെല്ലാം അറിയാൻ രാജകുമാരിയുടെ അനുവാദവും വാങ്ങി പിറ്റേന്ന് തന്നെ മടങ്ങി വരാമെന്ന നിബന്ധനയിൽ അദ്ദേഹം യാത്രയായി. മന്ത്രികുമാരന് കൊടുക്കാൻ വേണ്ടി രാജകുമാരി കുറച്ച് പലഹാരങ്ങളുണ്ടാക്കി രാജകുമാരനെ ഏൽപ്പിച്ചിരുന്നു. വിഷം കലർത്തിയിട്ടുള്ള ആ പലഹാരം തിന്ന് മന്ത്രികുമാരൻ മരിക്കുമെന്നും, രാജകുമാരനെ നിയന്ത്രിക്കുന്ന ആ വ്യക്തി മരിച്ചാൽ രാജകുമാരൻ തന്നെ ഒരിക്കലും വിട്ടുപോകില്ലെന്നുമാണ് അവൾ കരുതിയത്. പക്ഷേ പ്രതീക്ഷ തെറ്റി. മന്ത്രികുമാരന്
ആ പലഹാരത്തിൽ വിഷം കലർന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അടുത്തു നിന്നിരുന്ന ഒരു പട്ടിക്ക് ആ പലഹാരം ഇട്ടുകൊടുത്തു. പാവം പട്ടി അത് തിന്നയുടൻ ചത്തുപോയി. ദുഃഖിതനായ രാജകുമാരന് അപ്പോഴാണ് പത്മാവതിയുടെ വഞ്ചന മനസ്സിലായത്. ഇരുവരും അവളൊരു പാഠം പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചുറപ്പിച്ചു. അന്നു രാത്രി അവളുടെ അരികിലേക്ക് പോകാനും അവൾ ഉറങ്ങിയാൽ മാറിൽ 3 നഖങ്ങളമർത്തി അടയാളമുണ്ടാക്കി കഴുത്തിൽ കിടക്കുന്ന മുത്തുമാല അഴിച്ചെടുത്ത് പോരാനുറച്ച് രാജകുമാരൻ പത്മാവതിയുടെ സമീപത്തേക്ക് യാത്ര തിരിച്ചു. മന്ത്രികുമാരൻ്റെ നിർദ്ദേശമനുസരിച്ച് തന്നെ രാജകുമാരൻ പ്രവർത്തിച്ചു. അതിനുശേഷം 2 പേരും വേഷം മാറി പട്ടണത്തിൽ പ്രവേശിച്ചു. മന്ത്രികുമാരൻ മുനിയുടെയും രാജകുമാരൻ ശിഷ്യൻ്റെയും വേഷമാണ് ധരിച്ചത്. ഗുരു ഒരു ശ്മശാനത്തിലിരുന്നു. ശിഷ്യൻ മുത്തുമാല വിൽക്കാൻ രാജധാനിയിലേക്ക് പോയി. തൻ്റെ മകളുടെ വിലപിടിച്ച മുത്തുമാല ഒരു സന്യാസിയുടെ കയ്യിൽ കണ്ട രാജാവ് വിസ്മയപൂർവ്വം അതിൻ്റെ വില ചോദിച്ചു. അപ്പോൾ ശിഷ്യൻ്റെ മറുപടി വന്നു, ഇവിടെയുള്ള ശ്മശാനത്തിൽ തപസ് ചെയ്യുന്ന എൻ്റെ ഗുരുവാണ് ഇതിൻ്റെ വില തീരുമാനിക്കേണ്ടത്. മുത്തുമാലയുടെ ചരിത്രമറിയാൻ രാജാവ് ശ്മശാനത്തിലെത്തി മുനിയെ കണ്ട് വന്നിച്ച് മുത്തുമാലയുടെ വിശദ വിവരങ്ങൾ ആരാഞ്ഞു. മുനി പറഞ്ഞു, രാജാവേ, ദിവസേന ഇവിടെ ഒരു യുവതി വന്ന് പച്ച ശവങ്ങൾ മാന്തി തിന്നാറുണ്ട്. ഒരു നാൾ ഞാൻ എൻ്റെ ശൂലം അവളുടെ മാറിൽ മൃദുവായൊന്ന് ഊന്നിക്കൊണ്ട് അതിൻ്റെ കാരണം തിരക്കി. പേടിച്ചു വിറച്ചിരുന്ന ആ പെണ്ണ് അവളുടെ പേര് പത്മാവതിയാണെന്നും സാധാരണ ഭക്ഷണം കൊണ്ട് വിശപ്പ് തീരാത്തതിനാലാണ് ശവം തിന്നുന്നതെന്നും പറഞ്ഞു. ഈ വിവരം രഹസ്യമായി സൂക്ഷിക്കാൻ വേണ്ടി അവൾ എനിക്ക് സമ്മാനം തന്നതാണ് ഈ മുത്തുമാല. പരിഭ്രമിച്ചു പോയ രാജാവ് മുനി ആവശ്യപ്പെട്ട വില കൊടുത്ത് മുത്തുമാല വാങ്ങി മടങ്ങി. രാജകുമാരിയെ വിളിച്ച് മുത്തുമാല എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് മറുപടി പറയാനുണ്ടായിരുന്നില്ല. രാജാവിൻ്റെ സംശയം വർദ്ധിച്ചു. അവളുടെ മാറിടം പരിശോധിച്ചപ്പോൾ അവിടെ 3 അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ശൂലം കൊണ്ടുണ്ടാക്കിയ മുറിവാണെന്നുറപ്പായ രാജാവ് മുനിയുടെ വാക്കുകൾ അപ്പാടെ വിശ്വസിക്കുകയും മന്ത്രിയുടെ ഉപദേശത്തോടെ ശവം തീനിയായ മകളെ നാടുകടത്തുകയും ചെയ്തു. ഇത് തന്നെയായിരുന്നു മന്ത്രികുമാരൻ്റെ ലക്ഷ്യവും. 2 കുമാരന്മാരും സ്വന്തം വേഷത്തിൽ ചെന്ന് രാജകുമാരിയെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. തൻ്റെ പുത്രിയുടെ ദുർഗതിയെപ്പറ്റി ഓർത്ത് ദുഃഖിച്ച് രാജാവ് വേഗത്തിൽ മൃതിയടഞ്ഞു. ഭർത്തൃവിരഹത്താൽ രാജ്ഞിയും വൈകാതെ തന്നെ മരിച്ചുപോയി. കഥ അവസാനിച്ചപ്പോൾ വേതാളം വിക്രമാദിത്യ രാജാവിനോട് എടുത്തു ചോദിച്ചു, ഈ മരണങ്ങൾ കൊണ്ട് യഥാർത്ഥത്തിൽ ആർക്കാണ് പാപമുണ്ടാകുന്നത്? അദ്ദേഹം മറുപടി പറഞ്ഞു, മന്ത്രികുമാരൻ്റെ വാക്കനുസരിച്ചാണ് രാജകുമാരൻ ഓരോന്നും പ്രവർത്തിച്ചത്. അവൻ പാപം ചെയ്തിട്ടില്ല. മരിച്ച രാജാവിൻ്റെ മന്ത്രി ഒട്ടും ആലോചനയില്ലാതെ രാജകുമാരിയെ നാടുകടത്താൻ തീരുമാനിച്ചതുകൊണ്ട് പാപഭാരം മുഴുവൻ മന്ത്രിക്കാണ്. വിക്രമാദിത്യനിൽ നിന്ന് ഈ ഉത്തരം കേട്ടയുടനെ വേതാളം തിടുക്കപ്പെട്ട് കെട്ടഴിച്ചോടുകയും മുരുക്ക് മരത്തിൽ ചെന്ന് തല കീഴായി തൂങ്ങിക്കിടക്കുകയും ചെയ്തു. വിക്രമാദിത്യൻ മടങ്ങിച്ചെന്ന് വേതാളത്തെ വീണ്ടും പിടിച്ചുകെട്ടി തോളിലേറ്റി നടന്നു. വേതാളം പിന്നെയും കഥ പറഞ്ഞു തുടങ്ങി. വിശ്വനഗരത്തിൽ ജീവിച്ചിരുന്ന ഒരു ബ്രാഹ്മണന് അതിസുന്ദരിയായ ഒരു പുത്രിയുണ്ടായിരുന്നു. 3 യുവാക്കൾ അവളെ വിവാഹം ചെയ്യാൻ തയ്യാറായി മുമ്പോട്ട് വന്നു. യുവതിയുടെ അമ്മാവനിൽ നിന്ന് 1-ാമനും പിതാവിൽ നിന്ന് 2-ാമനും മാതാവിൽ നിന്ന് 3-ാമനും സമ്മതം വാങ്ങി. 3 ആളും പരസ്പരം വിവരങ്ങൾ അറിഞ്ഞിരുന്നില്ല. വിവാഹകാലമായപ്പോൾ വരൻ ആരായിരിക്കണമെന്ന കാര്യത്തിൽ തർക്കമായി. ആദ്യം മൂലം പെൺകുട്ടി പരലോകം പ്രാപിച്ചു. എങ്കിലും അവളെ ആഗ്രഹിച്ചിരുന്ന ആ 3 യുവാക്കളും പ്രേമസമ്പന്നരായിരുന്നു. ഒരാൾ അവളുടെ ശവമാടത്തിൽ കാവലിരുന്നു. 2-ാമൻ അസ്ഥിയും കൊണ്ട് ഗംഗയിലേക്ക് പോയി. 3-ാമൻ വിരക്തനായി ദേശസഞ്ചാരം ചെയ്യാനും തുടങ്ങി. ദേശാടനം ചെയ്തുകൊണ്ടിരുന്ന യുവാവ് ഒരു ബ്രാഹ്മണനിൽ നിന്ന് മരിച്ചവരെ ജീവിപ്പിക്കുന്ന മൃതസഞ്ജീവനി മന്ത്രം പഠിച്ച് വേഗത്തിൽ ശ്മശാനത്തിലെത്തി. അവിടെ അപ്പോഴും 1-ാമൻ കാവലിരിപ്പുണ്ട്. ഗംഗയിലേക്ക് അസ്ഥി കൊണ്ടുപോയവനും മടങ്ങിയെത്തി കഴിഞ്ഞു. മൃതസഞ്ജീവനി മന്ത്രം പഠിച്ചയാൾ മരിച്ചുപോയ യുവതിയെ പെട്ടെന്ന് ജീവിപ്പിച്ചു.
വീണ്ടും പഴയ തർക്കം ആരംഭിച്ചു. ആരായിരിക്കണം വരൻ? വിക്രമാദിത്യനോട് മറുപടി പറയാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വേതാളം ചോദിച്ചു. അവൾ ആരുടെ ഭാര്യയായിരിക്കണം? അദ്ദേഹം പറഞ്ഞു. ജീവിപ്പിച്ചവൻ പിതാവും ഗംഗാ സ്നാനത്തിന് പോയവൻ പുത്രനുമാണ്. ശ്മശാനത്തിൽ അവളുടെ കുഴിമാടത്തിനരികിൽ കാവലിരുന്ന ആളാണ് ശരിക്കും ഭർത്തൃസ്ഥാനത്തിന് അർഹൻ. പറഞ്ഞ് അവസാനിച്ചപ്പോഴേക്കും തോളിൽ നിന്ന് പൊടുന്നനെ ഭാരം ഒഴിഞ്ഞു പോയതുപോലെയായ വിക്രമാദിത്യൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും വേതാളം മുരുക്ക് മരത്തിൽ കിടന്ന് ആടാൻ തുടങ്ങിയിരുന്നു. വിക്രമാദിത്യൻ പിന്നെയും വേതാളത്തെ പിടിച്ചു കെട്ടി കൊണ്ടുവരുമ്പോൾ അതപ്പോഴും അതിശയകരമായ വേറൊരു കഥ പറയാൻ ആരംഭിച്ചു. വേദാംഗൻ എന്ന രാജാവിൻ്റെ കൊട്ടാരത്തിൽ 3 ബ്രാഹ്മണ കുമാരന്മാർ ആഗതരായി. ഒരുവൻ ഭോജനസുഖം അറിയുന്നതിലും അപരൻ സ്ത്രീസുഖം അറിയുന്നതിലും മൂന്നാമൻ നിദ്രാസുഖം ആസ്വദിക്കുന്നതിലും സമർത്ഥരാണ്. രാജാവ് അവരെ പരീക്ഷിക്കാൻ തന്നെ നിശ്ചയിച്ചു. ഭോജനസുഖം അറിയുന്നവനെ ഒരു ബ്രാഹ്മണന്റെ ഗൃഹത്തിലയച്ച് ഭുജിപ്പിച്ചു. ഊണ് സുഖമായിരുന്നോ എന്ന് രാജാവ് ചോദിച്ചപ്പോൾ അയാൾ ചോറിന് ചാണകത്തിൻ്റെ മണമുണ്ടെന്ന് പറഞ്ഞു. ചാണകച്ചാമ്പൽ വളമാക്കി ഉപയോഗിച്ച നെല്ലിൻ്റെ ചോറായതുകൊണ്ടാണ് ചാണകനാറ്റമെന്ന് രാജാവിന് മനസ്സിലായി. പിന്നീട് സ്ത്രീസുഖം അറിയുന്നവൻ്റെ അരികിലേക്ക് മനോഹരിയായ ഒരു നർത്തകിയെ അയച്ചു. അയാൾ പുറത്തു വന്നപ്പോൾ ആ നർത്തകിക്ക് എരുമയുടെ മണമുണ്ടെന്ന് അയാൾ പറഞ്ഞു. അവൾ യാദവ സ്ത്രീയായതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അടുത്തതായി നിദ്രാസുഖം അറിയുന്നവനെ വിളിച്ച് കമനീയമായി അലങ്കരിച്ച ശയ്യാഗൃഹത്തിലേക്ക് പറഞ്ഞയച്ചു. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ അയാൾ ശരീരം വേദനിക്കുന്നുവെന്നാണ് പറഞ്ഞത്. കിടക്കെ പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു മുടിനാരിഴ കണ്ടുകിട്ടി. രാജാവ് 3 പേർക്കും കൈ നിറയെ സമ്മാനങ്ങൾ കൊടുത്ത് യാത്രയാക്കി. ഇപ്പോഴും വേതാളത്തിൻ്റെ ചോദ്യം, ഇവരിൽ ആരാണ് അതിസമർത്ഥൻ? വിക്രമാദിത്യൻ പറഞ്ഞു. ഉണർന്നിരിക്കുമ്പോൾ സുഖം അനുഭവിക്കുന്നതിനേക്കാൾ ഉറക്കത്തിൽ അതറിയുന്നവനാണ് സമർത്ഥൻ. ആയതിനാൽ ഇവിടെ നിദ്രാസുഖം അറിയുന്നവനാണ് അതിസമർത്ഥൻ. വിക്രമാദിത്യ മഹാരാജാവ് ഇത് പറഞ്ഞതോടുകൂടി വേതാളം കെട്ടഴിച്ച് ഇറങ്ങിയോടി പഴയ സ്ഥാനത്തേക്ക് തന്നെ ചെന്ന് നിന്ന് മുരുക്ക് മരത്തിൽ കയറിപ്പറ്റി. വിക്രമാദിത്യ മഹാരാജാവ് വിട്ടുകൊടുത്തില്ല. പിറകെ ചെന്ന് വേതാളത്തെ പിടിച്ചു. വേതാളം അപ്പോഴും മഹാരാജാവിനോട് കഥ പറഞ്ഞു തുടങ്ങി. മന്ദാരി എന്ന ഗ്രാമത്തിൽ വസിച്ചിരുന്ന ഒരു ബ്രാഹ്മണന് അതിസുന്ദരിയായ ഒരു പുത്രി ഉണ്ടായിരുന്നു. ഒരു ജ്ഞാനിയും ഒരു സൂത്രക്കാരനും ഒരു ശൂരനും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. കന്യകയുടെ പിതാവ് അവളെ ഒരാൾക്ക് കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞു. പക്ഷേ ഓർക്കാപ്പുറത്ത് ഒരു രാക്ഷസൻ ഒരു നാൾ അവളെ തട്ടിക്കൊണ്ടുപോയി. അവളുടെ മാതാപിതാക്കൾ അതീവ ദുഃഖിതരായി. ജ്ഞാനി ദർശനശക്തിയാൽ കന്യക എവിടെയാണെന്ന് പറഞ്ഞു. സൂത്രക്കാരൻ ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ ഒരു രഥമുണ്ടാക്കി. ശൂരൻ അതിൽ കയറി രാക്ഷസനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് കന്യകയെ തിരികെ കൊണ്ടുവന്നു. വീണ്ടും അവളെ വിവാഹം കഴിക്കും എന്ന പ്രശ്നം പൊന്തിവന്നു. ഇത്തവണ വേതാളം ചോദിച്ചു, ആരാണ് വാസ്തവത്തിൽ അതിനർഹൻ? വിക്രമാദിത്യൻ ഉത്തരം നൽകി. കൂടുതൽ സാമർത്ഥ്യം പ്രകടിപ്പിച്ച ശൂരനാണ് അവളെ വിവാഹം കഴിക്കേണ്ടത്. വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേതാളം കെട്ടഴിച്ച് പഴയ സങ്കേതത്തിലേക്ക് ഓടിക്കയറി. വിക്രമാദിത്യൻ പിന്നെയും വേതാളത്തെ പിടിച്ച് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ പഴയപടി അത് വീണ്ടും ഒരു പുതിയ കഥ പറഞ്ഞു തുടങ്ങി. സോമവൈദികം എന്ന ഗ്രാമത്തിലെ കാളി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു യുവാവ് ഒരു യുവസുന്ദരിയെ കണ്ട് മോഹിച്ചു. ക്ഷേത്രനടയിൽ അയാൾ സത്യം ചെയ്തു, ഹേ ദേവി, ഇവളെ എനിക്ക് വിവാഹം ചെയ്തു തന്നാൽ ഞാൻ എൻ്റെ ശിരസ് അവിടത്തേക്ക് ബലി കഴിക്കാം. അയാൾ വീട്ടിൽ ചെന്ന് ബന്ധുക്കൾ മുഖേന പറഞ്ഞാലോചിച്ച് അവളെ തന്നെ വിവാഹം ചെയ്തു. വധുവും സഹോദരനും അയാളും കൂടി സ്വഗൃഹത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ആദ്യത്തെ കാളി ക്ഷേത്രത്തിൻ്റെ അരികിലെത്തി. 2 പേരെയും ഒരു മരത്തണലിലിരുത്തി യുവാവ് ദേവീ സന്നിധിയിൽ ചെന്ന് സ്വന്തം ശിരസ് ബലി കഴിച്ചു. കുറേ കഴിഞ്ഞ് യുവതിയുടെ സഹോദരൻ അയാളെ തിരഞ്ഞ് ക്ഷേത്രത്തിലെത്തി. ആ രംഗം കണ്ട് ദുഃഖിതനായി
അയാൾ തൻ്റെ തല വെട്ടി മരിച്ചു. രണ്ടുപേരെയും കാണാതെ അന്വേഷിച്ചെത്തിയ വധു ഭർത്താവും സഹോദരനും മരിച്ചു കിടക്കുന്നത് കണ്ട് സ്വയം ജീവൻ വെടിയാൻ തയ്യാറായി. ഉടനെ ദേവി പ്രത്യക്ഷപ്പെട്ട് അവളെ ആശ്വസിപ്പിച്ചു. അവളുടെ അപേക്ഷ പ്രകാരം രണ്ടാൾക്കും ജീവൻ കൊടുക്കാൻ ദേവി നിശ്ചയിച്ചു. വേർപെട്ടുപോയ ശിരസ്സുകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കവേ ശിരസ്സുകൾ പരസ്പരം മാറിപ്പോയി. അവർക്ക് പ്രാണൻ നൽകിയിട്ട് ദേവി അന്തർദാനം ചെയ്തു. ഭർത്താവിൻ്റെ ശിരസ് സഹോദരൻ്റെ ശരീരത്തിലും സഹോദരൻ്റെ ശിരസ് ഭർത്താവിൻ്റെ ശരീരത്തിലും ആയിപ്പോയി. അവൾക്ക് ലജ്ജയും അതിലേറെ സങ്കടവുമായി. വേതാളം ചോദിച്ചു, ആരെയാണ് അവൾ ഭർത്താവായി സ്വീകരിക്കേണ്ടത്? വിക്രമാദിത്യൻ പറഞ്ഞു, ആരാണോ അവളെ കണ്ടയുടനെ എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് അവനാണ് യഥാർത്ഥത്തിൽ അവളുടെ ഭർത്താവായി ഇരിക്കേണ്ടത്. ഇത് കേട്ടയുടനെ വിക്രമാദിത്യനിൽ നിന്ന് മുക്തി നേടി വേതാളം പൂർവ്വസ്ഥാനത്തേക്ക് തന്നെ തിരിച്ചുപോയി. വിക്രമാദിത്യൻ വീണ്ടും പിടിച്ചുകെട്ടി കൊണ്ടുവരവേ ഇക്കുറിയും വേതാളം കഥ പറച്ചിലിന് ആരംഭമിട്ടു. വംഗദേശത്തിലെ വിക്രമസേനൻ എന്ന രാജാവിന് കൃശാൻ എന്ന പേരായ ഒരു പുത്രനുണ്ടായിരുന്നു. അവൻ ഒരു കിളിയെ ഓമനിച്ച് വളർത്തിയിരുന്നു. ഭൂതം, ഭാവി, വർത്തമാനം എന്നീ കാലങ്ങളിലെ സംഭവങ്ങൾ പറയുവാൻ ആ കിളിക്ക് അസാമാന്യമായ കഴിവുണ്ടായിരുന്നു. ഒരു തവണ രാജകുമാരൻ തൻ്റെ വിവാഹം എപ്പോഴാണ് ഉണ്ടാവുകയെന്ന് ചോദിച്ചപ്പോൾ അത് ഇങ്ങനെ മറുപടി പറഞ്ഞു, ദേവപുരിയിൽ വിശ്വമോഹിനിയായ ഒരു രാജകുമാരിയുണ്ട്. ത്രികാല കാര്യങ്ങൾ പറയുവാൻ കഴിവുള്ള ഒരു കിളിയെ അവളും വളർത്തുന്നുണ്ട്. തൻ്റെ ഭർത്താവ് ആരായിരിക്കുമെന്ന് അവൾ ഒരു ദിവസം കിളിയോട് ചോദിച്ചു. വംഗദേശത്തിലെ കൃശാൻ എന്ന രാജകുമാരനാണ് ഭർത്താവായിരിക്കുക എന്ന് കിളി മറുപടി പറഞ്ഞു. അവൾ തൻ്റെ പിതാവിനോടും സൈന്യത്തോടു കൂടി ഇവിടേക്ക് വരുന്നുണ്ട്. കിളി പറഞ്ഞത് സത്യമായിരുന്നു. അല്പസമയത്തിനുള്ളിൽ ലീലാവതി എന്ന രാജകുമാരിയും പരിവാരങ്ങളും അവിടെ എത്തിച്ചേർന്നു. അവരുടെ വിവാഹം കഴിഞ്ഞു. രാജകുമാരനും പത്നിയും സ്വൈരസല്ലാപങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ രണ്ടാളുകളുടെയും കിളികൾ വെവ്വേറെയാണ് കിടന്നിരുന്നത്. അവയ്ക്ക് വിനോദിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി രണ്ട് കിളികളെയും ഒരു കൂട്ടിലാക്കി അടച്ചു. ആൺപക്ഷി പെൺപക്ഷിയോട് മുട്ടിയൊരുമാനും കുറുകി കുറുകി അടുക്കാനും തുടങ്ങിയപ്പോൾ പെൺപക്ഷി വിസമ്മതം പ്രകടിപ്പിച്ച് അകന്നു മാറി. അവർക്കിടയിൽ ഒരു വല്ലാത്ത സൗന്ദര്യപ്പിണക്കം. ഈ ഒഴിഞ്ഞു മാറ്റത്തിന് തക്കതായ കാരണവും അവളുടെ പക്കലുണ്ട്. അവളത് തുറന്നു തന്നെ പറഞ്ഞു. പുരുഷവർഗത്തെ വിശ്വസിക്കരുതെന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതെ അതെ, ആൺപക്ഷി വിട്ടുകൊടുത്തില്ല. അവൻ പറഞ്ഞു, പുരുഷവർഗമല്ല, സ്ത്രീവർഗമാണ് വിശ്വസിക്കാൻ കൊള്ളാത്തവർ. ഇത് കേട്ടുകിടന്നിരുന്ന രാജകുമാരൻ പെൺപക്ഷിയോട് എന്തുകൊണ്ടാണ് ആൺവർഗം വിശ്വസിക്കാൻ കൊള്ളാത്തവരായതെന്ന് ചോദിച്ചപ്പോൾ അതിനുത്തരമായി പെൺകിളി ഒരു കഥ പറഞ്ഞു. ധനികനായ ഒരു ചെട്ടിയാരുടെ ഏക പുത്രനായിരുന്നു ധൂമകേതു. അവൻ ധൂർത്തനും ദുഷ്ടനും സ്ത്രീലമ്പടനുമായിരുന്നു. തൻ്റെ സ്വത്തെല്ലാം സുഖഭോഗങ്ങൾക്കായി ചെലവഴിച്ച ശേഷം അവൻ ദേശാടനം ചെയ്യാൻ തുടങ്ങി. അയൽ രാജ്യമായ അഴകാപുരിയിലെ ഒരു ചെട്ടിയാർക്ക് ധൂമകേതുവിനോട് പ്രതിപത്തി തോന്നി. അവൻ തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു. കുറേ കാലം കഴിഞ്ഞ് അവൻ ഭാര്യാസമേതം നാട്ടിലേക്ക് മടങ്ങി. മാർഗമധ്യേ ഒരു വനമുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവന് താൻ പണ്ട് ജീവിച്ചിരുന്ന സ്ഥലങ്ങളെയും സംഭവങ്ങളെയും പറ്റി ഓർമ്മ വന്നു. എത്രയോ ആഹ്ലാദഭരിതമായിരുന്നു അക്കാലത്തെ ജീവിതം. പക്ഷേ പറഞ്ഞിട്ടെന്ത് പ്രയോജനം? ഇപ്പോൾ കയ്യിൽ പണമില്ലല്ലോ. ചിന്തിച്ച് ചിന്തിച്ച് അവനൊരു വഴി കണ്ടെത്തി. നിഷ്പ്രയാസം പണം നേടാനുള്ള വിദ്യ. അവിടം കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ആവാസരംഗമാണെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി ഭാര്യയുടെ ആഭരണങ്ങളെല്ലാം അഴിച്ചു വാങ്ങി. ഇനി ഭാര്യ അകറ്റണം. അതിനും ധൂമകേതു പറ്റിയ മാർഗം കണ്ടുപിടിച്ചു. അടുത്തുള്ള കിണറ്റിൽ വെള്ളമുണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞ് അതിനെ പ്രേരിപ്പിച്ചിട്ട് അവൾ അങ്ങോട്ട് എത്തി നോക്കിയപ്പോൾ അവൻ ഭാര്യയെ അതിലേക്ക് തള്ളിയിട്ടു. പിന്നെ ധൂമകേതു ആഭരണങ്ങളുമായി ദാസീഗൃഹത്തിലേക്ക് തിരിച്ചു. ഭാര്യയാകട്ടെ കിണറ്റിൽ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി.
ശബ്ദം കേട്ട ചില വഴിപ്പോക്കർ സുന്ദരിയും സുശീലയുമായ ആ സ്ത്രീരത്നത്തെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. വിവരം ചോദിച്ചപ്പോൾ താൻ ഭർത്താവിനോടുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നെന്നും ചില കള്ളന്മാർ വന്ന് ഭർത്താവിനെ പിടിച്ചുകെട്ടി തന്നെ കിണറ്റിൽ തള്ളിയിട്ട് പോയെന്നുമാണ് അവൾ അവരോട് പറഞ്ഞത്. അവൾ വീട്ടിൽ മടങ്ങിയെത്തി മാതാപിതാക്കളോടും ഇങ്ങനെ തന്നെ കള്ളം പറഞ്ഞു. വേശ്യാഗൃഹത്തിലെത്തിയ ധൂമകേതു പണം മുഴുവൻ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. അവൻ ആഹാരത്തിന് പോലും വകയില്ലാതെ വലഞ്ഞു നടന്നു. ഭാര്യ കിണറ്റിൽ കിടന്ന് മരിച്ചു കാണുമെന്നും എന്തെങ്കിലും കൗശലം പ്രയോഗിച്ച് ഭാര്യ വീട്ടിൽ നിന്ന് ഇനിയും പണം തട്ടിയെടുക്കാമെന്ന് കരുതി അവൻ അങ്ങോട്ട് തിരിച്ചു. വഴിയിൽ വെച്ച് അവനെ കണ്ട ഭാര്യ വിവരമെല്ലാം പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർ കുറേ കാലം അവിടെ താമസിച്ചു. വീണ്ടും അവന് ദാസിയുടെ മധുരസ്മരണയുണ്ടായി. അവരുടെ സുന്ദരമായ മേനി അവൻ ഭാവനയിൽ കണ്ടു. പക്ഷേ കൈവശം പണമില്ല. എന്തു ചെയ്യാം? ഒരു ദിവസം അവൻ ഭാര്യയെ കൊന്ന് ആഭരണങ്ങളുമെടുത്ത് ദാസി ഗൃഹത്തിലേക്ക് തന്നെ തിരിച്ചു. കിളി ധൂമകേതുവിൻ്റെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഒരു നെടുവീർപ്പോടെ ചോദ്യമറിഞ്ഞു. ഇങ്ങനെയുള്ള പുരുഷവർഗത്തെ എങ്ങനെയാണ് വിശ്വസിക്കുക? അതുവരെ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്ന ആൺകിളി സ്ത്രീകളെ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം വിശദമാക്കി. അതും നല്ലൊരു രസികൻ കഥയായിരുന്നു. ധർമ്മകേശൻ എന്ന വ്യാപാര പ്രമുഖൻ്റെ സുന്ദരിയായ ഭാര്യയായിരുന്നു കോമളവല്ലി. കച്ചവടത്തിനു വേണ്ടി 6 മാസം ധർമ്മകേശൻ വിദേശ സഞ്ചാരം ചെയ്തപ്പോൾ കോമളവല്ലി ഒരു രഹസ്യ കൂട്ടുപിടിച്ചു. വ്യാപാരി മടങ്ങി വന്ന് ഭാര്യയോട് കൂടി രാത്രി ഉറങ്ങാൻ കിടന്നു. ഭർത്താവ് ഉറങ്ങുന്നതുവരെ അവൾ കൂട്ടുകാരനോട് തോട്ടത്തിൽ ഒളിച്ചിരിക്കാൻ ചട്ടം കെട്ടി. പട്ടണത്തിലെ രാത്രി പാറാവുകാർ മറിഞ്ഞിരിക്കുന്നവനെ കണ്ട് കള്ളനാണെന്ന് ശങ്കിച്ച് അവൻ്റെ നേരെ അസ്ത്രം തൊടുത്തുവിട്ടു. അവൻ വായും പൊളിച്ച് ഇരുന്നിരിപ്പിൽ മരിച്ചുപോയി. കോമളവല്ലി അവിടെ എത്തി പെട്ടെന്നുണ്ടായ ആവേശത്തിൽ അവനെ ചുംബിച്ചപ്പോൾ അവളുടെ മൂക്ക് അവൻ്റെ തുറന്ന വായിൽപ്പെടുകയും ശവം പെട്ടെന്ന് വായ കൂട്ടിയപ്പോൾ നാസാഗ്രം മുറിഞ്ഞു പോവുകയും ചെയ്തു. മൂക്ക് മുറിഞ്ഞപ്പോഴാണ് അവൾ അവതാളത്തിലായത്. നാട്ടുകാർ അറിയാതിരിക്കാൻ വേണ്ടി സ്വന്തം ഭർത്താവ് തൻ്റെ മൂക്ക് മുറിച്ച് കളഞ്ഞുവെന്ന് പറഞ്ഞ് വിലപിക്കാൻ തുടങ്ങി. പലരും ഓടിക്കൂടി വ്യാപാരിയെ പിടിച്ചുകെട്ടി രാജസന്നിധിയിൽ ഹാജരാക്കി. രാജാവ് ചോദിച്ചപ്പോൾ അയാൾക്ക് ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. അബലയായ ഒരു വനിതാരത്നത്തിൻ്റെ മൂക്ക് അരിഞ്ഞു കളഞ്ഞതിന് രാജാവ് ധർമ്മകേശനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഇതിനിടയിൽ അസ്ത്രമേറ്റ് മരിച്ച യുവാവിൻ്റെ ശരീരം പരിശോധിച്ചപ്പോൾ അവൻ്റെ വായിൽ അവളുടെ നഷ്ടപ്പെട്ട മൂക്ക് കണ്ടെത്തുകയും സത്യം തെളിയുകയും ചെയ്തു. കോമളവല്ലിക്ക് മരണശിക്ഷ തന്നെ കിട്ടി. ഇതാണ് സ്ത്രീകളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പറയാൻ കാരണം. ആൺകിളി കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. വേതാളം തിരക്കി. ധൂമകേതുവും കോമളവല്ലിയും ചെയ്ത പാതകങ്ങളിൽ കഠിനമായത് ഏതാണ്? വിക്രമാദിത്യൻ പറഞ്ഞു. പുരുഷന് അധികാരമുണ്ട്, സ്ത്രീക്ക് അതില്ല. അതുകൊണ്ട് കോമളവല്ലിയുടെ പാതകമാണ് കഠിനം. വിക്രമാദിത്യൻ അത് പറഞ്ഞു തീർന്നതോടെ വേതാളം പിടഞ്ഞു കുതറി ഒരു കണക്കിന് കെട്ടഴിച്ച് ചാടിയോടി മുരുക്ക് മരത്തിൽ കയറി. വീണ്ടും വിക്രമാദിത്യൻ ചെന്ന് വേതാളത്തെ പിടിച്ചു കെട്ടി നടക്കാൻ തുടങ്ങി. വേതാളം പതിവ് പോലെ കഥയിലേക്ക് കടന്നു. സൗരഭം എന്ന നാട്ടിലെ രാജാവായിരുന്ന വരദത്തൻ ആയുധവിദ്യാ നിപുണനായിരുന്ന ധീരകേസരി എന്ന ബ്രാഹ്മണനെ തൻ്റെ സേനാ നായകനായി നിയമിച്ചു. ഒരു ദിവസം കൊടുങ്കാറ്റും പേമാരിയുമുണ്ടായി നാട് മുഴുവൻ ഭയന്നു വിറച്ചു. ഇതിനിടയ്ക്ക് കൊട്ടാരവാതിക്കൽ നിന്നുയർന്ന ദീനവിലാപം എന്താണെന്നറിയുവാൻ രാജാവിൻ്റെ ആജ്ഞാനുസരണം ധീരകേസരി പോയി. അത് ഒരു വൃദ്ധയായിരുന്നു. 3 ദിവസത്തിനകം രാജാവ് മരിക്കുമെന്നും ഒരു യുവാവിനെ ഭദ്രാദേവിക്ക് ബലി കഴിച്ചാൽ രാജാവ് രക്ഷപ്പെടുമെന്നും ആ വൃദ്ധ പറഞ്ഞു. ധീരകേസരി ഉടനെ വീട്ടിൽ ചെന്ന് 16 വയസ്സ് പ്രായമായ തൻ്റെ ഓമനപുത്രനെ കൊണ്ടുവന്ന് ദുർഗയ്ക്ക് ബലിയർപ്പിച്ചു. ഇത് കണ്ട് അയാളുടെ ഭാര്യയുടെ ഹൃദയം തകർന്നു. അവൾ ബാക്കിയുള്ള മക്കളെയും കൊന്ന് ആത്മഹത്യ ചെയ്തു.
അങ്ങനെ തൻ്റെ കുടുംബം മുഴുവൻ ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ട ധീരകേസരി വിഷാദഭാരം സഹിക്കവയ്യാതെ സ്വയം വെട്ടിമരിച്ചു. സേനാനായകൻ്റെയും കുടുംബത്തിൻ്റെയും മഹാത്യാഗത്തെപ്പറ്റി കേട്ടറിഞ്ഞ രാജാവ് ഉടൻ തന്നെ ക്ഷേത്രത്തിലെത്തി. അവിടെ ഒരു കുടുംബം മുഴുവൻ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നത് കണ്ട് രാജാവിൻ്റെ മനസ്സ് ആകെ തകർന്നുപോയി. തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൻ്റെ ശോകാകുലമായ അന്ത്യം രാജാവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആത്മഹത്യയ്ക്ക് മുതിർന്നു. പ്രസന്നയായ ഭദ്രാദേവി ഉടനടി അവിടെ പ്രത്യക്ഷയായി. രാജാവിൻ്റെ ആവശ്യമനുസരിച്ച് മരിച്ചു കിടക്കുന്നവർക്ക് ജീവൻ പ്രദാനം ചെയ്തു. ആഹ്ലാദ വിവശനായ രാജാവ് ധീരകേസരിയെ തൻ്റെ മന്ത്രിയായി നിയമിച്ചു. കഥ തീർന്നയുടനെ വേതാളം ചോദിച്ചു, ഇതിൽ ആരുടെ ത്യാഗമാണ് യഥാർത്ഥ ത്യാഗം? വിക്രമാദിത്യൻ മറുപടി കൊടുത്തു, ധീരകേസരി ചെയ്തത് അയാളുടെ കർത്തവ്യമാണ്. ഭാര്യ പുത്രന്മാർ ചെയ്തതും സാധാരണമാണ്. സേവകന്റെ ദുസ്ഥിതിയിൽ സ്വയം മരിക്കാനൊരുങ്ങിയ രാജാവാണ് പ്രശംസയർഹിക്കുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ വേതാളം മുരുക്ക് മരത്തിൽ കയറി തല കീഴായി കിടപ്പായി. വിക്രമാദിത്യൻ പിന്നെയും പിടിവിട്ടുപോയ വേതാളത്തെ കെട്ടിവരിഞ്ഞ് തോളിലേറ്റി കൊണ്ടുവന്നു. ഇപ്പോഴുമുണ്ട് വേതാളത്തിന് പറയാൻ മറ്റൊരു കഥ. കുമാരദാസൻ എന്നു പേരായ രാജാവ് സൈന്യങ്ങളോടുകൂടി ഒരു ദിവസം കാട്ടിൽ നായാട്ടിന് പോയി. രാജാവിൻ്റെ കുതിര മത്ത് പിടിച്ച് ഓടി ഓടി വനാന്തർ ഭാഗത്തേക്ക് പ്രവേശിച്ചു. കൊടും കാട്ടിൽ കൂട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ട രാജാവ് വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ അലഞ്ഞു തിരിയുമ്പോൾ അവിചാരിതമായി ശരഭമെന്ന ഹിംസ്ര ജന്തുവിൻ്റെ മുമ്പിൽ ചെന്നുപെട്ടു. ലോകത്തിലെ മൃഗങ്ങളിൽ വെച്ച് കരുത്തും ക്രൂരതയും കൂടുതലുള്ള ശരഭം രാജാവിൻ്റെ മേൽ ചാടി വീഴുന്നതിന് മുമ്പ് അത് അസ്ത്രമേറ്റ് നിലംപതിച്ചു. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട രാജാവ് അതിരി കവിഞ്ഞ സന്തോഷത്തോടെ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ സാരണൻ എന്നു പേരായ തൻ്റെ വേലക്കാരൻ അല്പമകലെയായി അമ്പും വില്ലുമേന്തി നിൽക്കുന്നത് കണ്ടു. രാജാവിനെ രക്ഷിക്കാൻ ദേവദൂതനായി അവതരിച്ച സാരണൻ കുതിര വിരണ്ട് ഓടിയപ്പോൾ മുതൽ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ സഹായത്താൽ വിശപ്പും ദാഹവും തീർത്ത് രാജാവ് ആശ്വാസപൂർവ്വം നാട്ടിലെത്തി. അന്നു മുതൽ രാജാവിന് സാരനോട് സ്നേഹവും വിശ്വാസവും വർദ്ധിച്ചു വന്നു. ഒരു ദിവസം രാജാവ് അയൽനാട്ടിലെ രാജകുമാരിയെ കൂട്ടിക്കൊണ്ടുവരാൻ സാരനെ നിയോഗിച്ചു. അതിനുവേണ്ടി കപ്പൽ യാത്ര ചെയ്യേണ്ടതുണ്ടായിരുന്നു. യാത്രാമധ്യേ കപ്പൽ തകർന്ന് എല്ലാവരും കടലിൽ വീണു. സാരണൻ മാത്രം ചങ്ങാടം പോലുള്ള ഒരു തടിക്കഷ്ണത്തിൽ പൊന്തിക്കിടന്ന് നിരങ്ങി നീങ്ങി കരയെടുത്തു. അവിടെ ഒരു നളിന സരസിൽ കുറെ സുന്ദരീ രത്നങ്ങൾ കുളിക്കുന്നുണ്ടായിരുന്നു. സാരൻ്റെ മനസ്സ് ഒരു സുന്ദരിയിൽ പതിഞ്ഞു. അയാൾ ആ കന്യകയുടെ തോഴിയെ തൻ്റെ അഭിലാഷം അറിയിച്ചു. അയാളുടെ അനുരാഗത്തിന് പാത്രമായ യുവതി അയാളെ വിളിച്ച് സമീപത്തുണ്ടായിരുന്ന കിണറ്റിലിറങ്ങി മുങ്ങിക്കുളിച്ചു വരാൻ നിർദ്ദേശിച്ചു. സാരണൻ കിണറ്റിലേക്കിറങ്ങി. ഒട്ടുദൂരം നടന്നപ്പോൾ മനോഹരമായ ഒരു നഗരമാണ് മുന്നിൽ കണ്ടത്. ആ മനസ്സ് ചഞ്ചലമായി. എന്താണ് ഈ കാണുന്നത്? അതിശയം തന്നെ. അത് സ്വന്തം നാട് തന്നെയായിരുന്നു. അയാൾ രാജാവിനെ കണ്ട് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. രണ്ടുപേരും സമുദ്രമാർഗം മുമ്പേ കണ്ട ദ്വീപിലേക്ക് പുറപ്പെട്ടു. രാജാവിൻ്റെ ശരീരഭംഗിയിൽ യുവതി ആകൃഷ്ടയാവുകയും അദ്ദേഹത്തോട് പ്രേമാഭ്യർത്ഥന നടത്തുകയും ചെയ്തു. രാജാവാകട്ടെ അവളുടെ സ്വന്തം വേലക്കാരനും ആത്മമിത്രവുമായ സാരണൻ്റെ ആഗ്രഹത്തിന് വഴങ്ങി ജീവിക്കാനാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ സാരന് താൻ പ്രേമിച്ച നാരീമണിയെ കൈവശം കിട്ടി. തൻ്റെ ജീവനെ മൃത്യുവിൽ നിന്ന് രക്ഷിച്ച സാരന് രാജാവ് ചെയ്തു കൊടുത്ത പ്രത്യുപകാരമായിരുന്നു അത്. വേതാളം ഇത്തവണയും കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത് പതിവ് പോലുള്ള ചോദ്യത്തോടെയാണ്. രാജാവിൻ്റെയും സാരൻ്റെയും പ്രവൃത്തികളിൽ ഏതിനാണ് കൂടുതൽ മേന്മ? വേലക്കാരൻ ചെയ്തത് യജമാനോടുള്ള അയാളുടെ കർത്തവ്യമാണ്. എന്നാൽ തന്നോട് അനുരാഗമുള്ള ഒരു സുന്ദരി രത്നത്തെ സേവകനു വേണ്ടി ഒഴിഞ്ഞു കൊടുത്ത രാജാവിൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ കൂടുതൽ മേന്മയർഹിക്കുന്നത്. അത്രയും പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യൻ
വേതാളത്തെ കാണാതെ അമ്പരന്ന് പോയി. വേതാളം ഇതിനിടയിൽ മുക്തി നേടി പഴയ മുരുക്ക് മരത്തെ അഭയം പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. വിക്രമാദിത്യൻ നിരാശനായില്ല. രാജാവിൻ്റെ പിടിയിലകപ്പെട്ടതോടെ വേതാളം പുതിയൊരു കഥ പറയാൻ തുടങ്ങി. പണ്ട് പണ്ടൊരിക്കൽ സർവാംഗ സുന്ദരിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. സകലകലാ വിശാരദനും പ്രാണികളുടെ ഭാഷ അറിയുന്നവനുമായ രാജകുമാരൻ അവളെ വിവാഹം കഴിച്ചു. ഒരു തവണ നവദമ്പതികൾ കട്ടിലിൽ ശയിച്ചുകൊണ്ടിരിക്കെ താഴെ കൂടി പോയിക്കൊണ്ടിരുന്ന ഉറുമ്പുകൾ കട്ടിലിൻ്റെ കാലിൽ മുട്ടി മാർഗതടസ്സം വന്ന് വിഷമിച്ചു. നിരനിരയായുള്ള സഞ്ചാരം തടസ്സപ്പെട്ടപ്പോൾ ചില ഉറുമ്പുകൾ അതിൻ്റെ കാരണമന്വേഷിച്ചു. ഒരെണ്ണം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദമ്പതികൾ കിടന്നുറങ്ങുന്ന ഈ കട്ടിലിൻ്റെ കാലാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത് കേട്ട് മറ്റൊരു ഉറുമ്പ് അത്യധികം രോഷാകുലനായിക്കൊണ്ട് ഒച്ചയെടുത്തു, അങ്ങനെയാണെങ്കിൽ ആ നശിച്ച കട്ടിലെടുത്ത് എവിടേക്കെങ്കിലും വലിച്ചെറിഞ്ഞുകൂടെ നിങ്ങൾക്ക്? ഇവരുടെ രസകരമായ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചു കിടന്നിരുന്ന രാജകുമാരൻ പൊടുന്നനെ പൊട്ടി പൊട്ടി ചിരിച്ചുപോയി. ഞെട്ടിയുണർന്ന രാജകുമാരി ഭർത്താവിൻ്റെ ചിരിക്കുള്ള കാരണം ആരാഞ്ഞുകൊണ്ടിരിക്കെ തങ്ങളുടെ സംഭാഷണം പുറത്തു പറഞ്ഞാൽ രാജാവിൻ്റെ തല പൊട്ടിത്തെറിക്കുമെന്ന് ഉറുമ്പുകൾ ഉച്ചത്തിൽ ശപിച്ചു കളഞ്ഞു. രാജകുമാരൻ ഒഴിഞ്ഞു മാറിയെങ്കിലും ഭാര്യയ്ക്ക് അത് കേട്ടേ പറ്റൂ എന്നായി. ഇത് പറഞ്ഞാൽ തൻ്റെ തല പൊട്ടിത്തെറിക്കുമെന്നറിയിച്ചിട്ടും രാജകുമാരി നിർബന്ധം പിടിച്ചു. ദുഃഖിതനായ രാജകുമാരൻ മരിക്കാൻ തയ്യാറായി ദർഭവിരിപ്പിൽ കിടന്നുകൊണ്ടിരിക്കെ 2 ആടുകളുടെ വർത്തമാനം കേൾക്കാറായി. ആണാട് പറഞ്ഞു, ഈ രാജകുമാരനെ പോലെ ഞാൻ ഒരിക്കലും വിഡ്ഢിയാകില്ല. എൻ്റെ ജീവൻ പണയപ്പെടുത്തി നിനക്ക് വേണ്ടി പരിശ്രമിക്കത്തക്ക വങ്കത്തരമൊന്നും എന്നെ ബാധിക്കില്ല. പെണ്ണാട് തട്ടിക്കയറിയപ്പോൾ ആണാട് പറഞ്ഞു, ഓ, വലിയ കാര്യമൊന്നും പറയണ്ട. നീയില്ലെങ്കിലും എനിക്ക് ധാരാളം ഭാര്യമാരെ കിട്ടും. ആണാട് പെണ്ണാടിനെ ഉപേക്ഷിച്ചു. അത് കണ്ട രാജകുമാരൻ തൻ്റെ ജീവൻ വെടിഞ്ഞ് ഒരു പെണ്ണിൻ്റെ ഇഷ്ടം അനുസരിക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കി അവളെ ഉപേക്ഷിച്ച് പോയി കളഞ്ഞു. കഥ നിർത്തി വേതാളം ചോദിച്ചു, ഇതിൽ ആണാടിൻ്റെയോ രാജകുമാരൻ്റെയോ പ്രവൃത്തിയാണ് ബുദ്ധിപരമായത്? സ്ത്രീയുടെ വാക്കുകേട്ട് അപകടത്തിൽ ചെന്ന് ചാടാതെ കഴിച്ച ആണാടാണ് സമർത്ഥൻ എന്ന് വിക്രമാദിത്യൻ മറുപടി പറഞ്ഞപ്പോൾ വേതാളം ഓടിപ്പോയി മുരിക്കിൽ കയറി തൂങ്ങിക്കിടന്നാടി. വീണ്ടും വിക്രമാദിത്യൻ്റെ ബന്ധനസ്ഥനായ വേതാളം വഴിമധ്യേ കഥ പറയാൻ തുടങ്ങി. മഗധ രാജ്യത്തിൽ ഒരു കോടീശ്വരനുണ്ടായിരുന്നു. അയാളുടെ പുത്രിയും പുത്രനും മാനശാലി എന്ന മറ്റൊരു കുട്ടിയും കൂടി ബാല്യം മുതൽ ഇണപ്രാവുകളെപ്പോലെ കഴിഞ്ഞു വന്നു. പുത്രിയായ സത്യവതി സുന്ദരിയായി ഒരു തരുണിയായി വളർന്നപ്പോൾ മാനശാലിയുടെ മോഹം നിറഞ്ഞ മനസ്സ് അവളിൽ പതിഞ്ഞു. ഒരു ദിവസമെങ്കിലും അവളോട് കൂടെ സന്തോഷവാനായിരിക്കണമെന്ന് അവൻ നിശ്ചയിച്ചു. ആ വിവരം അവളെ അറിയിച്ചു. തൻ്റെ വിവാഹം കഴിഞ്ഞാൽ ഉടനടി അയാളുടെ അടുത്ത് ചെല്ലുന്നതാണെന്ന് അവൾ വാക്കുകൊടുത്തു. കുറച്ചു കാലത്തിനു ശേഷം സത്യവതി വിവാഹിതയായി. ആദ്യ രാത്രി ഭർത്താവിനോട് തൻ്റെ സത്യത്തെപ്പറ്റി പറഞ്ഞ് അനുവാദം വാങ്ങി അവൾ മാനശാലിയുടെ വീട്ടിലേക്ക് നടന്നു. പോകും വഴിക്ക് ഒരു കള്ളൻ അവളെ കാണുകയും കീഴടക്കാൻ ഒരുങ്ങുകയും ചെയ്തു. സത്യവതി പരമാർത്ഥമെല്ലാം അയാളോടും തുറന്നു പറഞ്ഞു. മാനശാലിയുടെ അടുക്കൽ പോയതിനു ശേഷം കള്ളൻ്റെ ആഗ്രഹം നിറവേറ്റാമെന്ന് വാക്കുകൊടുത്ത് അവൾ പിരിഞ്ഞു. മാനശാലിയെ കണ്ട് താൻ അയാൾക്ക് വഴങ്ങുവാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് സത്യവതി അറിയിച്ചു. അവളുടെ ആത്മാർത്ഥതയും സത്യവ്രതത്തിൻ്റെ ശക്തിയും കണ്ട് സന്തുഷ്ടനായ മാനശാലി അവളെ കളങ്കപ്പെടുത്താതെ വെറുതെ വിട്ടയച്ചു. മടങ്ങും വഴി അവൾ കാത്തിരിക്കുന്ന കള്ളൻ്റെ അരികിലെത്തി. വിവരമെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അയാൾ പ്രസന്നായി തീരുകയും അവൾക്ക് സന്തോഷപൂർവ്വം ചില സമ്മാനങ്ങൾ കൊടുത്ത് യാത്രയയക്കുകയും ചെയ്തു. സത്യവതി വീട്ടിൽ തിരിച്ചെത്തി ഭർത്താവിനോട് നടന്ന കാര്യമെല്ലാം വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. അവളുടെ ചാരിത്രശുദ്ധിയിൽ ഒരു പോറൽ പോലും വീണിട്ടില്ലെന്നറിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ ആനന്ദത്തിന് അതിരുണ്ടായിരുന്നില്ല. വേതാളം ചോദിച്ചു, ഈ 3 പേരിൽ ആരുടെ പ്രവൃത്തിയാണ് അഭിനന്ദനീയം? വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു,
എപ്പോഴും അധർമ്മം ചെയ്യുന്ന കള്ളൻ ഈ കഥയിൽ പ്രശംസ അറിയിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ കുതറിയോടിയ വേതാളം മുരുക്ക് മരത്തിൽ എത്തിച്ചേർന്നു പതിവ് പോലെ. തോറ്റുകൊടുത്തില്ല വിക്രമാദിത്യൻ. അദ്ദേഹം വനാന്തർ ഭാഗത്തേക്ക് തിരിച്ചു നടന്നു. വീണ്ടും വേതാളത്തെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ തോളിലിരുന്ന് അത് വേറൊരു കഥയ്ക്ക് യവനിക നീക്കി. ഒരു രാജാവിന് 3 റാണിമാരുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി 1ാമത്തെ റാണി രാജാവിനോടൊത്ത് മണിമാളികയിൽ ആനന്ദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രകിരണങ്ങളേറ്റ് റാണി തളർന്നുപോയി. പനിനീരും ചന്ദനക്കിണ്ണവുമായി തോഴിമാർ ഓടി വരേണ്ടി വന്നു അവളുടെ ക്ഷീണം തീർക്കാൻ. മറ്റൊരിക്കൽ പൂത്തുലഞ്ഞ് സൗരഭ്യം പൊഴിക്കുന്ന ലതാ നികുഞ്ചത്തിലിരുന്ന് ആനന്ദിച്ചു വരവേ 2ാമത്തെ പത്നി ഒരു വണ്ടിൻ്റെ മൂളൽ കേട്ട് തരളിതഗാത്രിയായി. അകലെ നിന്ന് നെല്ല് കുത്തുമ്പോഴുണ്ടാകുന്ന ഉലക്കയുടെ ശബ്ദം കേട്ടാണ് 3ാമത്തെ റാണി തളർന്നു വീണത്. വേതാളം തിരക്കി. ഹേ രാജാവേ, ഈ മൂവരിൽ ആരുടെ ശരീരമാണ് കൂടുതൽ മൃദുലമായത്? രാജാവ് പറഞ്ഞു. വണ്ടിൻ്റെ മൂളിച്ചയും ചന്ദ്രകിരണങ്ങളും ലോലഗാത്രികളെ മോഹാലസ്യപ്പെടുത്തിയേക്കാം. എന്നാൽ ഉലക്കയുടെ ശബ്ദം കേട്ട് തളരുന്ന ദേഹമാണ് കൂടുതൽ മൃദുലം. വിക്രമാദിത്യൻ്റെ മറുപടി കേട്ട വേതാളം ഞൊടിയിടയിൽ പഴയ സങ്കേതത്തെ അഭയം പ്രാപിച്ചു. അടുത്ത തവണയും വിക്രമാദിത്യനോട് വേതാളം പുതിയ കഥ പറയാൻ ആരംഭിച്ചു. പ്രതാപശാലിയായ ഒരു രാജാവിൻ്റെ മന്ത്രിയായിരുന്നു പ്രതാപചന്ദ്രൻ എന്ന മഹാമനസ്കൻ. ലീലാലോലനായ യുവരാജാവ് രാജ്യകാര്യങ്ങൾ മന്ത്രി ഏൽപ്പിച്ച് സ്വപത്നിമാരൊത്ത് സുഖിച്ചു വാണു. മന്ത്രി നാട് വാഴവേ അയാൾ രാജാവിനെ തുരത്തിക്കളയാൻ ശ്രമിക്കുന്നുവെന്ന് ഒരപവാദം പരന്നു. ദുഷ്കീർത്തിയുണ്ടാക്കുന്ന കിംവദന്തി കേട്ട് നിസ്വാർത്ഥ സേവകനായ പ്രതാപചന്ദ്രൻ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് ദേശാടനത്തിന് പോയി. അയാൾ മറ്റൊരു നഗരത്തിൽ ചെന്ന് ഒരു വ്യാപാരിയുടെ കൂടെ താമസിക്കാൻ തുടങ്ങി. ഒരു ദിവസം 2 പേരും ഒരുമിച്ച് കപ്പൽ യാത്ര ചെയ്തു വരവേ കൊടുങ്കാറ്റിൽപ്പെട്ട് മറ്റൊരു കരയിലെടുത്തു. അവിടെ വിജനമായൊരു ക്ഷേത്രവും അതിനരികിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. താരുണ്യവും ലാവണ്യവും വഴിഞ്ഞൊഴുകുന്ന ഒരു മനോഹര യുവതി. പ്രതാപചന്ദ്രനും വ്യാപാരിയും കപ്പൽ കയറി മടങ്ങി സ്വന്തം നാട്ടിലെത്തിച്ചേരുകയും രാജാവിനെ കണ്ട് അതുവരെ സംഭവിച്ചതെല്ലാം ഒന്നൊഴിയാതെ വിവരിക്കുകയും ചെയ്തു. സ്ത്രീലമ്പടനായ രാജാവ് അമ്പല പരിസരത്തെ മരത്തണലിൽ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീയെപ്പറ്റി കേട്ട് അവളെ കാണണമെന്ന ആവേശത്തോടെ മന്ത്രിയെ കൂട്ടി അങ്ങോട്ട് യാത്ര തിരിച്ചു. അവളെ ദർശിച്ച മാത്രയിൽ രാജാവ് കാമപരവശനായി തീർന്നു. രാജാവിൻ്റെ ആഗ്രഹം മനസ്സിലായപ്പോൾ ആ സ്ത്രീ തൻ്റെ വ്രതം തീർക്കാനെന്നും പറഞ്ഞ് അടുത്തുള്ള കുളത്തിൽ കുളിക്കാനിറങ്ങി. പെട്ടെന്ന് ഭീമാകാരമായ ഒരു മത്സ്യം അവളെ വിഴുങ്ങിക്കളഞ്ഞു. അത് കണ്ട് രാജാവ് മത്സ്യത്തെ കൊന്ന് അവളെ രക്ഷിച്ചു. അവളൊരു ദേവകന്യകയായിരുന്നു. ഒരു ദിവസം എന്തോ കാരണത്താൽ അച്ഛൻ കോപിച്ച് അവളെ മത്സ്യം വിഴുങ്ങട്ടെ എന്ന് ശപിച്ചു. അപ്പോൾ ഒരു രാജാവ് വന്ന് രക്ഷിക്കുമെന്ന് ശാപമോക്ഷവും നൽകി. അവൾ ഈ കഥകൾ രാജാവിനോട് പറഞ്ഞു. അതിനുശേഷം രാജാവ് ആ ദേവകന്യകയെ വിവാഹവും കഴിച്ചു. ഈ വിവരമറിഞ്ഞ പ്രതാപചന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. വേതാളത്തിൻ്റെ ചോദ്യം: മന്ത്രി ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണ്? താൻ കാണുകയും ആശിക്കുകയും ചെയ്ത സ്ത്രീയെ രാജാവ് വിവാഹം ചെയ്യുകയാലാണ് മന്ത്രി മരിച്ചത്. വിക്രമാദിത്യൻ മറുപടി പറഞ്ഞതോടെ വേതാളം കെട്ടഴിഞ്ഞു പോയി മുരുക്ക് മരത്തിൽ കയറി. പിന്നെയും വിക്രമാദിത്യൻ്റെ പിടിയിലകപ്പെട്ട വേതാളം സരസമായി മറ്റൊരു കഥ പറഞ്ഞു തുടങ്ങി. ഒരു ക്ഷേത്രത്തിൽ ഒരു യോഗി ഉണ്ടായിരുന്നു. ഒരിക്കൽ ഏതോ ബ്രാഹ്മണൻ വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ വളരെ പണിപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. യോഗി മന്ത്രശക്തിയാൽ ബ്രാഹ്മണന് മൃഷ്ടാനം കൊടുത്ത് ഒരു മന്ത്രവും ഉപദേശിച്ചു. മന്ത്രസിദ്ധി കൈവന്ന ബ്രാഹ്മണൻ അത് ജപിച്ച് വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അവിടെ തൻ്റെ മകൻ നിൽപ്പുണ്ടെന്ന് തോന്നി. ഉടനെ വേതാളം ചോദ്യമറിഞ്ഞു: ഇതിൻ്റെ കാരണമെന്താണ്? വിക്രമാദിത്യൻ ഉത്തരമേകി: ഏകാഗ്രമായി മന്ത്രം ജപിക്കാത്തതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇത് കേട്ടയുടൻ വേതാളം കുതറിയോടി മുരുക്ക് മരത്തിലേക്ക് കയറി. വിക്രമാദിത്യ മഹാരാജാവിനോട് വേതാളത്തിൻ്റെ അടുത്ത കഥയായിരുന്നു
ചന്ദ്രവദനയെ പറ്റിയുള്ളത്. ചന്ദ്രവദന എന്നു പേരായ ശൂദ്ര സ്ത്രീയും ഒരു ബ്രാഹ്മണ യുവാവും തമ്മിൽ പ്രേമത്തിലായിരുന്നു. സ്ത്രീയുടെ മാതാപിതാക്കൾ അവളുടെ ഇഷ്ടം നോക്കാതെ അവളെ സ്വജാതിയിലുള്ള മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. പക്ഷേ അവളുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരുന്നില്ല. മൗന ദുഃഖം കൊണ്ട് അവൾ നീറാൻ തുടങ്ങി. തനിക്ക് പ്രിയങ്കരനായിരുന്ന ബ്രാഹ്മണ യുവാവിൻ്റെ വിരഹം സഹിക്കവയ്യാതെ ശൂദ്ര സ്ത്രീ ആദി കൊണ്ട് മരണമടഞ്ഞു. ബ്രാഹ്മണ യുവാവും വേർപാടിൻ്റെ വേദനയുടെ തീച്ചൂളയിലായിരുന്നു. ചന്ദ്രവദനയുടെ മരണവാർത്ത അറിഞ്ഞതോടെ അയാൾ മേൽക്കുമേൽ ദുഃഖിതനായി. അങ്ങനെ അല്പാൽപമായി വെന്തുരുകി അയാളും വേഗത്തിൽ മരണമടഞ്ഞു. ചന്ദ്രവദനയുടെ അകാല മരണം അവളുടെ ഭർത്താവിനെയും വല്ലാതെ നോവിപ്പിച്ചുകൊണ്ടിരുന്നു. അധികം വൈകാതെ അയാൾ മരിച്ചു. ചോദ്യം ഉടനെ ചോദിച്ചു വേതാളം. ഇതിൽ ആരുടെ മരണമാണ് മഹനീയമായത്? അന്യോന്യം സ്നേഹിച്ചവർ മരിച്ചത് അനുരാഗത്തോടു കൂടിയാണ്. ഇക്കഥകളൊന്നും അറിയാതെ മരിച്ച ഭർത്താവിൻ്റെ മരണമാണ് മഹനീയമായത് എന്ന് വിക്രമാദിത്യൻ മറുപടി പറഞ്ഞപ്പോൾ വേതാളം മുരുക്ക് മരത്തിലേക്ക് തന്നെ യാത്രയായി. വീണ്ടും പിടിച്ച് തോളിലേറ്റി കൊണ്ടുവരികയായിരുന്ന വേതാളം വിക്രമാദിത്യനോട് പുതിയൊരു കഥ പറയാൻ ആരംഭിച്ചു. വിദ്യാഭ്യാസം കഴിഞ്ഞ് സഞ്ജീവനി മന്ത്രം മുതലായവയും പഠിച്ച് തിരിച്ചു വന്നിരുന്ന 4 ബ്രാഹ്മണ കുമാരന്മാർ വഴിയിൽ ഒരു പുലിയുടെ ശവം കിടക്കുന്നത് കണ്ടു. തങ്ങളുടെ വിദ്യാബലം പ്രകടിപ്പിക്കാൻ വേണ്ടി അവർ പുലിയെ ജീവിപ്പിക്കാൻ തീരുമാനിച്ചു. ഒരാൾ അസ്ഥികളും കുടലുകളും ഉണ്ടാക്കി. അപരൻ ശരീരത്തിന് വേണ്ടതായ മാംസമുണ്ടാക്കി. മൂന്നാമൻ അവയവങ്ങൾ ഉണ്ടാക്കി. നാലാമൻ അതൊരു പുലിയാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ ജീവിപ്പിച്ചു. ജീവൻ ലഭിച്ച പുലി അവരെ ഹിംസിക്കുന്നതിന് ആഞ്ഞെടുത്തു. പക്ഷേ ബ്രാഹ്മണ കുമാരന്മാർ ആയുധമുപയോഗിച്ച് അതിനെ കൊന്നു. അത്രയും പറഞ്ഞ് വേതാളം ചോദിച്ചു, ഇവരിൽ ആരാണ് അപരാധി? ദുഷ്ടജന്തുവാണെന്ന് മനസ്സിലാക്കിയിട്ടും അതിന് ജീവൻ കൊടുത്ത 4ാമത്തെ കുമാരനാണ് അപരാധി എന്ന് വിക്രമാദിത്യൻ്റെ മറുപടി കിട്ടിയപ്പോൾ തന്നെ വേതാളം മുരുക്ക് മരത്തിലേക്ക് തിരിഞ്ഞോടി. ഒരു ബ്രാഹ്മണനെക്കുറിച്ചായിരുന്നു വേതാളത്തിൻ്റെ അടുത്ത കഥ. ബ്രാഹ്മണൻ്റെ സുന്ദരിയായ നവപത്നിയെ അവളുടെ മാദക സൗന്ദര്യത്തിൽ മദ്യമയങ്ങിയ ഒരു രാക്ഷസൻ മോഷ്ടിച്ചുകൊണ്ട് പോയി. പ്രിയതമയെ തിരക്കി പുറപ്പെട്ട ബ്രാഹ്മണന് അടുത്തുള്ള അഗ്രഹാരത്തിൽ നിന്ന് മൃഷ്ടാന ഭോജനവും കൊണ്ടുപോകാൻ പൊതിച്ചോറും കിട്ടി. നടന്ന് ക്ഷീണിച്ച് പടർന്ന് പന്തലിച്ച ആൽമരത്തിൻ്റെ ചൂട്ടിലിരുന്ന് അയാൾ ഊണ് കഴിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പരുന്ത് ഒരു സർപ്പത്തെ കൊത്തിക്കൊണ്ടുവന്ന് അയാളുടെ തലയ്ക്ക് മുകളിലെ ആലിൻ കൊമ്പിലിരുന്ന് തിന്നുവാൻ തുടങ്ങി. പാമ്പിൻ്റെ മാരകമായ വിഷം ബ്രാഹ്മണൻ്റെ ചോറിൽ വീണത് അയാൾ അറിഞ്ഞില്ല. വിഷം കലർന്ന ചോറുണ്ടതിനാൽ അയാൾ മരിച്ചുപോയി. വേതാളത്തിൽ നിന്ന് ചോദ്യം വന്നു, ഇതിൻ്റെ പാപമാർക്കാണ്? ബ്രാഹ്മണന് പൊതിച്ചോറ് കൊടുത്തവനും ഗരുഡനും പരദ്രോഹം ചെയ്തിട്ടില്ല. അതിനാൽ അതിനെപ്പറ്റി പറയുന്നവർക്കാണ് പാപം എന്നുള്ള വിക്രമാദിത്യൻ്റെ മറുപടി കേട്ട വേതാളം തൻ്റെ പഴയ സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. അടുത്ത ഊഴത്തിൽ വേതാളം വീണ്ടും കഥ പറയാൻ ആരംഭിച്ചു. അയോധ്യയിലെ ആദിശേഷൻ എന്ന വ്യാപാരിയുടെ സൗന്ദര്യവതിയായ മകളായിരുന്നു പുഷ്പാവതി. അവളെ വിവാഹം ചെയ്യുവാൻ പല യുവാക്കളും ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അവൾ ആർക്കും വഴങ്ങിയില്ല. ആ രാജ്യത്ത് കള്ളന്മാരുടെ വല്ലാത്ത ശല്യമുണ്ടായിരുന്നു. കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി രാജാവ് തന്നെ വേഷപ്രച്ഛന്നായി ഇറങ്ങിപ്പുറപ്പെട്ടു. അദ്ദേഹം സൂത്രമുപയോഗിച്ച് കൊള്ളത്തലവനെ ബന്ധനസ്ഥനാക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. പൊതുജന മധ്യത്തിൽ വെച്ച് തൂക്കിലേറ്റാൻ വേണ്ടി അവനെ സേനാനികൾ നടത്തിക്കൊണ്ടു പോകുമ്പോൾ അവിചാരിതമായി ആ രംഗം പുഷ്പവതി കാണാനിടയായി. കള്ളൻ്റെ തേജസ് കളിയാടുന്ന മുഖവും അരോഗ ദൃഢഗാത്രവും കണ്ട് അവനിൽ മദ്യമയങ്ങിപ്പോയി പെൺകുട്ടി. സ്വതവേ പുരുഷവർഗത്തെ അപ്പാടെ വെറുത്തിരുന്ന വർത്തകപുത്രി അവനിൽ അനുരക്തിയായി പോയി. താൻ ആ കൊള്ളത്തലവനെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് മാതാപിതാക്കളെ അറിയിച്ചു പുഷ്പവതി. മകളുടെ നിർബന്ധം മൂലം വ്യാപാരി രാജാവിന് ഒട്ടേറെ ധനം കാഴ്ചവെച്ചു. തൻ്റെ മകൾക്ക് കള്ളനോടുള്ള അഭിനിവേശം അറിയിക്കുകയും
മകൾക്ക് വേണ്ടി അവനെ മോചിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ രാജാവിന് ഇതൊട്ടും സമ്മതമായിരുന്നില്ല. അദ്ദേഹം തസ്കരനെ വധിച്ചു കളയാൻ തന്നെ തീരുമാനിച്ചു. ഇതറിഞ്ഞ പുഷ്പാവതി കൊലക്കളത്തിലേക്ക് ഭ്രാന്തിയെപ്പോലെ പാഞ്ഞു ചെന്ന് കള്ളൻ്റെ കാൽക്കൽ വീണ് വിലപിച്ചു. തൂക്കുമരത്തിൽ കയറി നിന്നുകൊണ്ട് ഇതെല്ലാം കണ്ട കൊള്ളത്തലവൻ മരിക്കുന്നതിന് മുമ്പ് പുഷ്പാവതിയെ നോക്കി ആദ്യമൊന്ന് ചിരിക്കുകയും പിന്നെ കരയുകയും ചെയ്തു. നിമിഷങ്ങൾ നീങ്ങി. നിശ്ചിത സമയം സമാഗതമായി. തൻ്റെ ഹൃദയനാഥൻ മരിച്ചു വീണപ്പോൾ ദുഃഖഭാരം സഹിക്കവയ്യാതെ പുഷ്പവതി അവിടെ തന്നെ ഒരു ചിതയുണ്ടാക്കി അതിൽ ചാടി മരിച്ചു. പാർവതി പരമേശ്വരന്മാർ ഈ നിസ്വാർത്ഥ പ്രേമത്തിൻ്റെ ദുരന്തം കണ്ട് പുഷ്പവതിയെയും കൊള്ളത്തലവനെയും ജീവിപ്പിക്കുകയും അവരെ വിവാഹിതരാക്കുകയും ചെയ്തു. അങ്ങനെ ആനന്ദകരമായ ജീവിതം ആരംഭിച്ചു അവർ. ഈ കഥയ്ക്ക് വിരാമമിട്ടുകൊണ്ട് വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു. തൂക്കുമരത്തിൽ നിന്നുകൊണ്ട് കള്ളൻ ആദ്യം ചിരിക്കുകയും പിന്നീട് കരയുകയും ചെയ്തതിൻ്റെ അർത്ഥമെന്താണ്? അതിനു മുമ്പ് താൻ കണ്ടിട്ട് പോലുമില്ലാത്ത ഒരു യുവതി തന്നെയോർത്ത് വിലപിക്കുന്നത് കണ്ടപ്പോൾ കള്ളൻ ചിരിക്കുകയും അവളുടെ മാതാപിതാക്കളുടെ ദുസ്സഹമായ ദുഃഖം കണ്ട് പിന്നീട് കരച്ചിലും വന്നു. ഇതായിരുന്നു മറുപടി. വിക്രമാദിത്യൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെ വേതാളം തോളിൽ നിന്ന് ഇറങ്ങി ഓടിമറഞ്ഞു. അടുത്ത തവണ വേതാളം വീണ്ടും കഥ പറയാൻ ആരംഭിച്ചു. സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യത്തിലെ ചന്ദ്രിക എന്ന രാജകുമാരിയുടെ സൗന്ദര്യവായ്പിൽ മോഹിതനായ ഒരു ബ്രാഹ്മണ യുവാവ് അവളോടൊപ്പം രമിക്കാൻ മോഹിച്ചു. അയാൾ അതിന് ഒരു മുനിയുടെ സഹായം തേടി. മുനി ബ്രാഹ്മണനെ സ്ത്രീവേഷം ധരിപ്പിച്ച് രാജധാനിയിലേക്ക് കൊണ്ടുപോയി. രാജാവിനെ കണ്ട് താൻ കാശിക്ക് പോവുകയാണെന്നും മടങ്ങി വരുന്നതുവരെ തൻ്റെ പുത്രിയെ ഇവിടെ താമസിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചു. രാജാവിന് എതിർപ്പുണ്ടായിരുന്നില്ല. മുനിപുത്രി രാജകുമാരിയോടൊത്ത് അന്തഃപുരത്തിൽ താമസിക്കുവാൻ തുടങ്ങി. ഒരു തവണ രാജകുമാരിക്ക് സംശയം തോന്നി ചോദിച്ചപ്പോൾ സ്ത്രീവേഷം കെട്ടിവന്ന ബ്രാഹ്മണ യുവാവ് തനിക്ക് അവളോടുള്ള ആദരവും പ്രേമവും അറിയിച്ചു. അന്ന് മുതൽ അവർ രഹസ്യ ദമ്പതികളായി ജീവിതം തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞ് രാജകുമാരിയുടെ വിവാഹകാലമായി. പക്ഷേ വരനായി രാജകുമാരി ആഗ്രഹിച്ചത് സ്ത്രീവേഷം കെട്ടിയ ബ്രാഹ്മണനെയാണ്. തൻ്റെ കള്ളി പുറത്താവാതിരിക്കാൻ അവൾ വ്രതസമാപ്തി എന്ന് പറഞ്ഞ് സ്ത്രീവേഷം കെട്ടിയ ബ്രാഹ്മണ യുവാവിനെ ഗംഗാസ്നാനത്തിന് അയച്ചു. ഇതിനിടയിൽ കാശിക്ക് പോയ മുനി രാജസന്നിധിയിലെത്തി തൻ്റെ മകളെ മടക്കിത്തരാൻ ആവശ്യപ്പെട്ടു. നിസ്സഹായനായ രാജാവ് പകരം തൻ്റെ മകളെ മുനിയുടെ ശിഷ്യന് വിവാഹം ചെയ്തു കൊടുത്തു. പെട്ടെന്ന് അവിടെ എത്തിയ ബ്രാഹ്മണൻ ചന്ദ്രികയെ തനിക്ക് ലഭിക്കേണ്ടതാണെന്ന് പറഞ്ഞ് വാദം തുടങ്ങി. രാജകൊട്ടാരത്തിൽ ആകെ കോലാഹലം. കഥ അവിടെ നിർത്തി വേതാളം ചോദിച്ചു, ആരാണ് യഥാർത്ഥത്തിൽ സ്ത്രീയുടെ അവകാശി? ബ്രാഹ്മണൻ രഹസ്യമായി അവളോടുകൂടി ജീവിച്ചു എന്നത് സത്യമാണ്. എങ്കിലും വിവാഹം ചെയ്ത ആളാണ് യഥാർത്ഥത്തിൽ അവളുടെ അവകാശി. വിക്രമാദിത്യൻ പറഞ്ഞ മറുപടി കേട്ട് വേതാളം മുരുക്ക് മരത്തിൽ കയറി തൂങ്ങിയാടാൻ തുടങ്ങി. പിന്നെയും പിടിച്ചുകെട്ടി കൊണ്ടുവരുമ്പോൾ വേതാളം പറഞ്ഞ കഥ ജീമൂതവാഹനൻ്റേതായിരുന്നു. ജീമൂതവാഹനൻ എന്ന രാജാവിന് നാടുകളിൽ ചുറ്റിത്തിരിയാൻ വളരെ താല്പര്യമുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം പ്രകൃതി രമണീയമായ ഒരു വനപ്രദേശത്തെത്തി. ആ വനത്തിൽ ധാരാളം സർപ്പങ്ങളുണ്ടായിരുന്നു. ഒരു ഗരുഡൻ ദിവസവും വന്ന് 100 കണക്കിന് സർപ്പങ്ങളെ കൊത്തിക്കൊല്ലുകയും ഒന്നിനെ മാത്രം തിന്നുകയും ചെയ്തു വന്നു. സർപ്പങ്ങൾക്ക് പൊറുതിമുട്ടി. അവ ഒത്തുചേർന്ന് ഗരുഡൻ്റെ അടുക്കൽ ചെന്ന് നിവേദനം നൽകി. ഊഴമനുസരിച്ച് തങ്ങളിൽ ഒരെണ്ണം ദിവസേന ഗരുഡൻ്റെ ആഹാരമാകാമെന്നും മറ്റുള്ളവരെ അനാവശ്യമായി കൊല്ലരുതെന്നുമായിരുന്നു അവയുടെ അഭ്യർത്ഥന. ഗരുഡൻ കരാർ സമ്മതിച്ചു. അന്ന് ഗരുഡൻ്റെ ഭക്ഷണമാകേണ്ട പാമ്പിൻ്റെ അമ്മ നിലവിളിക്കുന്നത് കേട്ട് ജീമൂതവാഹനൻ അങ്ങോട്ട് പോയി വിവരമെല്ലാം ചോദിച്ചറിഞ്ഞു. ഏകപുത്രനെ പിരിയുന്നതിനുള്ള സങ്കടമായിരുന്നു ആ നാഗമാതാവിൻ്റെ വിലാപത്തിന് കാരണം. സഹജീവികളോട് സ്നേഹമുള്ള ജീമൂതവാഹനൻ പാമ്പിന് പകരം അന്ന് ഗരുഡൻ്റെ ഭക്ഷണമാകാൻ തീരുമാനിച്ചു.
ഗരുഡൻ വന്ന് ചോദിച്ചപ്പോൾ ജീമൂതവാഹനൻ തന്നെ തിന്നുകൊള്ളാൻ അനുവാദം കൊടുത്തു. ഈ സമസൃഷ്ടി സ്നേഹത്തിൽ സന്തുഷ്ടനായ ഗരുഡൻ ജീമൂതവാഹനനെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ അപേക്ഷയനുസരിച്ച് മേലാൽ പാമ്പുകളെ കൊല്ലുകയില്ലെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. വേതാളത്തിൻ്റെ ചോദ്യമുയർന്നു. ഗരുഡൻ്റെയോ രാജാവിൻ്റെയോ പ്രവൃത്തിയാണ് പ്രശംസയർഹിക്കുന്നത്? വിക്രമാദിത്യൻ മറുപടി നൽകി. വിശേഷ ബുദ്ധിയില്ലാത്ത ഗരുഡൻ്റെ ധർമ്മചിന്തയാണ് പ്രശംസനീയം. വേതാളം കെട്ടഴിഞ്ഞോടി മുരുക്ക് മരത്തിൽ കയറി തൂങ്ങിക്കിടന്ന് ചാഞ്ചാട്ടം ആരംഭിച്ചു. വീണ്ടും ബന്ധനസ്ഥനാക്കപ്പെട്ട വേതാളം പതിവ് പോലെ പുതുമയുള്ള വേറൊരു കഥ പറയാനാരംഭിച്ചു. വിജയപുരി രാജാവിൻ്റെ നാട്ടിലെ അതിരൂപവതിയായ യുവതിയായിരുന്നു ഹംസാദേവി. രാജാവിന് അവളിൽ സ്നേഹമുണ്ടായെങ്കിലും അവളെ വിവാഹം ചെയ്താൽ തൻ്റെ രാജപ്രതാപങ്ങൾ നശിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹംസാദേവിയെ തൻ്റെ ഭൃത്യനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. രാജാവിന് അവളോട് താൽപ്പര്യമുണ്ടെന്നറിഞ്ഞ ഭൃത്യൻ അവളെ രാജസന്നിധിയിലേക്ക് പറഞ്ഞയച്ചു. ഹംസാദേവിക്കും അത് സമ്മതമായിരുന്നു. പരകളത്രത്തെ മോഹിക്കുന്നതും അവളുമായി ജീവിക്കുന്നതും തെറ്റാണെന്നറിയാമായിരുന്ന രാജാവ് ഹംസാദേവിയെ മടക്കിയയച്ചു. നിരാശ മൂലം അദ്ദേഹം മൃതിയടഞ്ഞു. സ്വന്തം ഭാര്യ കാരണം യജമാനൻ മരിച്ചല്ലോ എന്നോർത്ത് ഭൃത്യൻ ആത്മഹത്യ ചെയ്തു. ഇതിൽ ആരുടെ പ്രവൃത്തിയാണ് മഹത്തരം? വേതാളം ചോദിച്ചു. വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു. പരസ്ത്രീയെ സ്വീകരിക്കാത്ത വിജയപുരി രാജാവിൻ്റെ പ്രവൃത്തിയാണ് ഏറ്റവും മഹത്തരം. വേതാളം പഴയ സ്ഥാനത്തേക്ക് തന്നെ കുതിച്ചു. അടുത്ത പടിയായി പിടിച്ചുകൊണ്ടുവന്നപ്പോൾ വേതാളം മറ്റൊരു കഥ പറയാൻ ആരംഭിച്ചു. ശ്രേഷ്ഠനായ ഒരു രാജാവ് വനമധ്യത്തിൽ വെച്ച് മനോഹരിയായ ഒരു മുനികന്യകയെ കണ്ടുമുട്ടി. രണ്ടുപേരും കൂടി സരസസല്ലാപങ്ങൾ നടത്തി ഉല്ലസിച്ചുകൊണ്ടിരിക്കെ ഒരു രാക്ഷസൻ അവരെ കാണുകയും അവർക്ക് നേരെ ക്രുദ്ധനായി ആഞ്ഞടുക്കുകയും ചെയ്തു. അവനിൽ നിന്ന് രക്ഷപ്പെടുവാൻ രാജാവ് പഠിച്ച പണി 18 പയറ്റി നോക്കി. മാതാപിതാക്കളുള്ള ഒരു ബ്രാഹ്മണ ബാലനെ കൊടുത്താൽ ഒഴിഞ്ഞു പോകാമെന്നായി രാക്ഷസൻ. അതനുസരിച്ച് രാജാവ് ഒരു ബാലനെ പിടിച്ചുകൊണ്ടുപോയി രാക്ഷസനെ ഏൽപ്പിച്ച് രക്ഷപ്പെട്ടു. രാക്ഷസൻ അവനെ തിന്നാൻ തുടങ്ങവേ ആ ബാലൻ ചിരിക്കുകയാണ് ഉണ്ടായത്. അതിന് കാരണമെന്താണ്? വേതാളം ചോദിച്ചപ്പോൾ വിക്രമാദിത്യൻ അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്. സ്വപുത്രനെ അന്യൻ ഉപദ്രവിച്ചാൽ മാതാപിതാക്കൾ ചോദിക്കണം. മാതാപിതാക്കൾ ഉപദ്രവിച്ചാൽ രാജാവ് ചോദിക്കണം. രാജാവ് ഉപദ്രവം ചെയ്താൽ ദൈവം ചോദിക്കും. ദൈവം ദണ്ഡിപ്പിച്ചാൽ ആരാണ് ചോദിക്കുക എന്ന് ചിന്തിച്ചാണ് ബാലൻ ചിരിച്ചത്. വേതാളം മുരുക്ക് മരത്തെ ശരണം പ്രാപിച്ചു. വേതാളത്തിൻ്റെ പിന്നത്തെ കഥ സ്വാമിനാഥനെക്കുറിച്ചായിരുന്നു. പാവപ്പെട്ട ബ്രാഹ്മണ ദമ്പതികളുടെ ഏകപുത്രൻ അകാല മൃത്യുവിനിരയായി. ആ വഴി വന്ന ഒരു താപസൻ സ്വന്തം ശരീരം ഉപേക്ഷിച്ച് സ്വാമിനാഥൻ എന്ന മരിച്ച യുവാവിൻ്റെ ശരീരത്തിൽ ആത്മാവിനെ സന്നിവേശിപ്പിച്ചു. യുവാവ് ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ ആദ്യം ദുഃഖിക്കുകയും പിന്നീട് ചിരിക്കുകയും ചെയ്തു. ഇതിൻ്റെ കാരണമെന്താണ്? വേതാളത്തോട് രാജാവ് പറഞ്ഞു. മാതാപിതാക്കൾ ലാളിച്ചു വളർത്തിയ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ടതിൽ ദുഃഖിച്ചു. വൃദ്ധൻ്റെ ആത്മാവ് പ്രവേശിച്ചതിൽ ചിരിച്ചു. വേതാളം വീണ്ടും മുരുക്ക് മരത്തിൽ. വനാന്തർഭാഗത്തെ മുരുക്ക് മരത്തിൽ നിന്ന് വിക്രമാദിത്യൻ വേതാളത്തെ പിടിച്ചുകൊണ്ടുവരവേ അത് പിന്നെയും കേൾക്കാൻ ഇമ്പമുള്ള വേറൊരു കഥ പറയാൻ ഒരുങ്ങി. ലതാംഗി എന്ന കോമള രൂപിണിയായ ഒരു തരുണീമണിയിൽ അനുരക്തനായ രാജേന്ദ്രൻ അവളെയും കൊണ്ട് നാടുവിട്ടു. വഴിയിൽ അയാൾ വലിയൊരു തസ്കര സംഘത്തെ എതിർത്ത് തോൽപ്പിച്ചു. അവർ എത്തിച്ചേർന്ന ദിക്കിലുണ്ടായിരുന്ന കാളി ക്ഷേത്രത്തിൽ ലതാംഗിയെ ഇരുത്തിയിട്ട് രാജേന്ദ്രൻ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. സന്ദർഭവശാൽ അവിടെ വെച്ച് ഒരു ദാസി അയാളെ കാണുകയും മോഹിതയാവുകയും ചെയ്തു. അവൾ രാജേന്ദ്രനെ പറഞ്ഞു മയക്കി തൻ്റെ കൂടെ പാർപ്പിച്ചു. ഭർത്താവിനെ കാണാതെ പരിഭ്രമിച്ച് അവശയായിരുന്ന ലതാംഗിയെ ഒരു വൈശ്യൻ വന്ന് കൊണ്ടുപോയി. അവർ രണ്ടുപേരും ഉറങ്ങാൻ കിടന്നപ്പോൾ അരികിൽ കൂടി ഓടിപ്പോയ ഒരു എലിയെ തല്ലിക്കൊന്ന് വൈശ്യൻ തൻ്റെ ധീരതയെപ്പറ്റി വീമ്പ് പറയാൻ തുടങ്ങി. 10-40 തസ്കരന്മാരെ എതിർത്ത് തോൽപ്പിച്ച തൻ്റെ ഭർത്താവിനെ അപേക്ഷിച്ച്
ഇവൻ വെറും വിഡ്ഢിയാണെന്ന് മനസ്സിലാക്കിയ ലതാംഗി അവനെ ഉപേക്ഷിച്ച് ആത്മഹത്യ ചെയ്തു. ഇതിൽ ദുഃഖിതനായി വൈശ്യന് മരിച്ചു. ഈ വിവരമെല്ലാം അറിഞ്ഞ രാജേന്ദ്രൻ പിന്നീട് അധികകാലം ജീവിച്ചിരുന്നില്ല. രാജേന്ദ്ര വിരഹത്താൽ ദുഃഖിതയായി ദാസിയും മൃതിയടഞ്ഞു. വേതാളം ചോദിച്ചു, ഇതിൽ ആരുടെ മരണമാണ് ശ്ലാഘനീയം? ദാസിയൊഴികെ മറ്റെല്ലാവരും പ്രേമം മൂലമാണ് മരിച്ചത്. അതുകൊണ്ട് ദാസിയുടെ മരണമാണ് ശ്ലാഘനീയം. വിക്രമാദിത്യൻ മറുപടി പറഞ്ഞപ്പോൾ വേതാളം ചുമലിൽ നിന്ന് ഇറങ്ങിയോടി മുരുക്ക് മരത്തിൽ കയറി. നിരാശയില്ലാതെ വിക്രമാദിത്യൻ പിന്നെയും മുരുക്ക് മരത്തെ സമീപിച്ചു. ആ തോളിലിരുന്ന് വേതാളം വീണ്ടും കഥ പറയാൻ ആരംഭിച്ചു. 2 തീർത്ഥയാത്രക്കാരികൾ സ്വന്തക്കാരിൽ നിന്ന് പിരിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ക്ഷീണിച്ച് ഒരാൽത്തറയിൽ വിശ്രമിക്കാനിരുന്നു അവർ. ഒരച്ഛനും മകനും തങ്ങളുടെ മുന്നിൽ അവരുടെ കാലടികൾ മണ്ണിൽ പതിഞ്ഞു കിടക്കുന്നു കണ്ട് ഇതിലെ കൂടി 2 സ്ത്രീകൾ നടന്നിട്ടുണ്ടെന്നും അവർ സമ്മതിക്കുകയാണെങ്കിൽ വലിയ ചൂടുകളുള്ളവളെ അച്ഛനും ചെറിയ ചൂടുകളുള്ളവളെ മകനും സ്വീകരിക്കണമെന്നും പറഞ്ഞ് സമ്മതിച്ച് അവരുടെ സമീപമെത്തി. സ്ത്രീകളുടെ അനുവാദത്തോടെ അവരൊന്നിച്ച് നാട്ടിലെത്തി. മുൻ തീരുമാനപ്രകാരം വലിയ പാദങ്ങളുള്ള മകളെ അച്ഛനും ചെറിയ പാദങ്ങളുള്ള അമ്മയെ മകനും സ്വീകരിച്ചു. അവർക്ക് ഓരോ സന്താനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അവർ പരസ്പരം ഏത് പേര് പറഞ്ഞു വിളിക്കണം? വേതാളം ചോദിച്ചപ്പോൾ വിക്രമാദിത്യൻ തെല്ലിട ഉത്തരമാലോചിച്ചു നിന്നു. അപ്പോഴാണ് വേതാളത്തിന് ദിവ്യശക്തിയാൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് വിക്രമാദിത്യനെന്ന രാജശ്രേഷ്ഠനാണെന്ന് മനസ്സിലായത്. താൻ പറഞ്ഞ 24 കഥകളിൽ 23 എണ്ണത്തിനും അദ്ദേഹം ഉത്തരം നൽകി കഴിഞ്ഞിരിക്കുന്നു. വിക്രമാദിത്യൻ, സാക്ഷാൽ വിക്രമാദിത്യ മഹാരാജാവ്. അതോടെ അദ്ദേഹത്തോട് വേതാളം തൻ്റെ സ്വന്തം കഥ പറയാൻ ആരംഭിച്ചു. ഐതിഹ്യമാലയിലെ വിക്രമാദിത്യ കഥകൾ 2ാം ഭാഗം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നു തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.